അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികോത്സവം 2025 തുടക്കമായി. 10 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ്, എറണാകുളം ജില്ലാ ഭരണകൂടം, DTPC, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം 2025 തുടക്കമായി. മെയ് 3 മുതൽ 12 വരെ മൂവാറ്റുപുഴ EEC മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കാർഷിക വൃത്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഒന്നാമതായി പറയാനുള്ളത്, 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാർഷികോത്സവത്തിന് നേതൃത്വം നൽകാൻ ശ്രദ്ധേയമായ വിധത്തിൽ ഇച്ഛാശക്തിയോടെ നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെയും അതിൻ്റെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും അതിനോട് സഹകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥന്മാർ, ഈ സ്റ്റാളുകളിൽ അണിനിരക്കുന്ന ആളുകൾ എല്ലാവരെയും ചേർത്ത് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള മൂവാറ്റുപുഴ കാർഷികോത്സവ ടീമിനെ, ബ്ലോക്ക് പഞ്ചായത്ത് നയിക്കുന്ന ടീമിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ആദ്യമേ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുക. കാർഷിക മേഖലയിൽ നവനവങ്ങളായിട്ടുള്ള ഇത്തരം ശ്രദ്ധപ്പെടുത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും അനിവാര്യമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ അനുഭവമുള്ളത് കൊണ്ട് എനിക്കറിയാം, യഥാർത്ഥത്തിലൊരു ഹോർട്ടിക്കൾച്ചർ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാർഷിക മേഖലയാണ് മൂവാറ്റുപുഴ. കാർഷിക മേഖല അല്ലാത്ത ഒരിടവും കേരളത്തിൽ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഇടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്ന സന്ദേശം നാം ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ചപ്പോൾ, മട്ടുപ്പാവിൽ പോലും കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പകർന്നപ്പോൾ കൃഷിക്കാരില്ലാത്തവരായി ആർക്കും ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൃഷിക്കാരന് കളക്ടറാകാൻ പ്രശ്നമാകും. ഒരു കൃഷിക്കാരൻ ഒരു പക്ഷേ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ ആകാൻ അവൻ്റെ പണിത്തിരക്കുകൾക്കിടയിൽ പ്രയാസമുണ്ടാകും. ഒരു കൃഷിക്കാരന് ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകും. പക്ഷേ എല്ലാ ഡോക്ടർമാർക്കും, എല്ലാ എഞ്ചിനീയർമാർക്കും, എല്ലാ പോലീസുകാർക്കും, എല്ലാ ജഡ്ജിമാർക്കും, എല്ലാ കളക്ടർമാർക്കും കൃഷിക്കാരനാകാൻ പറ്റും എന്നുള്ളതാണ് കൃഷിയുടെ സാർവത്രികത. മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വിവിധ സ്റ്റാളുകളുടെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ചു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, മുൻ MLA ബാബു പോൾ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, കേരള ബാങ്ക് ജനറൽ മാനേജർ ജോളി ജോൺ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TV പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ കൌൺസിലർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമേളയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഊട്ടി മോഡൽ പുഷ്പമേള, കൃത്രിമ വനം, വളർത്തോമനകളുടെ സംഗമം, അക്വേറിയം ടണൽ റൈഡ്, കാർഷിക പ്രദർശനം, സർക്കാർ അർദ്ധ സർക്കാർ സ്റ്റാളുകൾ, വ്യാപാര വിപണന മേള, നഴ്സറി സസ്യ പ്രദർശനവും വിൽപ്പനയും, ആസ്ട്രോഫിസിക്സ് പവലിയൻ, കുടുംബശ്രീ ഭക്ഷ്യമേള, ഫുഡ് ബ്ലോഗർ കോർണർ, വിപുലമായ കലാസന്ധ്യകൾ, അമ്യൂസ്മെന്റ് കാർണിവൽ, സെൽഫി കോർണറുകൾ തുടങ്ങിയവയാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഇവയ്ക്കു പുറമെ കാർഷിക മത്സരങ്ങൾ, കാർഷിക സെമിനാറുകൾ, ലോക റെക്കോർഡ് ശ്രമങ്ങൾ, കർഷക അവാർഡുകൾ, കാർഷിക വാരാഘോഷം എന്നിവയും നടത്തപ്പെടും.
ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.